ജയ് ബാലയ്യ എന്ന വിളി ആദ്യം കേട്ടത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണെന്ന പരാമർശവുമായി എത്തിയ നടൻ ബാലയ്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം ട്രോളുകൾ കൊണ്ട് നിറയുകയാണ്. ബാലയ്യ എന്ന പേര് ഒട്ടുമിക്ക മലയാളി സിനിമാ പ്രേമികളും കേട്ടിട്ടുണ്ടാകും. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളും സംസാരവും എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. നടന്റെ ആരാധകർ സ്നേഹം പ്രകടിപ്പിക്കാനായി വിളിക്കുന്ന മുദ്രാവാക്യമാണ് ജയ് ബാലയ്യ എന്നത്. ഈ വിളിയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് താൻ കേട്ടിരുന്നുവെന്ന് നടൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിലുള്ളപ്പോഴാണ് താൻ ആദ്യമായി ആ മുദ്രാവാക്യം കേട്ടത്. അഭിമന്യു കേട്ടതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പത്മവ്യൂഹത്തിനകത്തേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കെ അഭിമന്യു കേട്ടില്ലേ? അതുപോലെ താൻ തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ളപ്പോഴാണ് ഇത് ആദ്യമായി കേട്ടതെന്നായിരുന്നു ബാലയ്യയുടെ വെളിപ്പെടുത്തൽ. നടന്റെ ഈ വാക്കുകൾക്ക് സോഷ്യൽ മീഡിയയിൽ പരക്കെ ട്രോളുകളാണ് എത്തുന്നത്. എങ്ങോട്ടാണ് ഈ തള്ളി പോകുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. നേരത്തെ അഖണ്ഡ 2വിന്റെ ട്രെയിലർ കണ്ട് മതിമറന്നു നിൽക്കുന്ന ബാലയ്യയുടെ റിയാക്ഷൻ വീഡിയോ വൈറലായിരുന്നു. സ്വന്തം പെർഫോമൻസ് കണ്ട് കണ്ണും തള്ളി രോമാഞ്ചം കൊള്ളുകയായിരുന്നു നടൻ. തന്റെ സിനിമയുടെ സീനുകൾ കണ്ടു ഞെട്ടാൻ വേറെ ആരുടെയും ആവശ്യമില്ലയെന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. ഡാക്കു മഹാരാജിനു ശേഷം കേരളത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ആരാധകർ ഏറിയെങ്കിലും ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ മുതൽ ട്രോൾ മഴയാണ് ലഭിക്കുന്നത്. 2021 പുറത്തിറങ്ങിയ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അഖണ്ഡ 2. ചിത്രം ഒരു പക്ക മാസ് എന്റർടൈനർ ആണെന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അഖണ്ഡ ഒന്നാം ഭാഗം പോലെ തന്നെ പൊടിപാറുന്ന സംഘട്ടന രംഗങ്ങളാണ് ട്രെയിലറിലുള്ളത്. ആദ്യ ഭാഗത്തേക്കാൾ വമ്പൻ ക്യാൻവാസിലാണ് ഈ രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നത്. സംയുക്ത മേനോനാണ് ചിത്രത്തിലെ നായിക. പാൻ ഇന്ത്യൻ ചിത്രമായി ബ്രഹ്മാണ്ഡ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിലെ വില്ലൻ വേഷം അവതരിപ്പിക്കുന്നത് ആദി പിന്നിസെട്ടിയാണ്. ബോളിവുഡ് താരം ഹർഷാലി മൽഹോത്രയും ചിത്രത്തിന്റെ താരനിരയിലുണ്ട്.